ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മിക്സർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് കടലമാവിലേക്ക് ഞാൻ 3/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയാലൊന്നും കുഴപ്പമില്ല, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളൊക്കെ മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റിൽ തന്നെയാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. അത് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നൂൽപുട്ടിൻ്റെ ഈ ഒരു അച്ചിൽ നമ്മൾ മാവ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇതേപോലെ മാവൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അച്ച് എടുക്കാം. വലുതോ ചെറുതോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ചെറുത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്കിത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ നമ്മൾ ഇട്ട് കൊടുത്തത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൂന്തിയുടെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ബൂന്തിയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഹോളുള്ള കയ്യിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബൂന്തിൻ്റെ ആ ഒരു മാവ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബൂന്തിയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കുക. കടല ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുക. കടലിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അതതിൻ്റെ കറക്റ്റ് പരുവാണ്. അപ്പോൾ അതിവിടെ ആയിട്ടാണ് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളത് കോരിയെടുക്കണം. ആ ഒരു എണ്ണൻ്റെ ആ ഒരു ചൂട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കടലേൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 6 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതേപോലെ നായിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് അതും കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇതപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലൊന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സർ എല്ലാം തന്നെ ഞാനൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൂടുതലായിട്ട് പ്രസ് ചെയ്തിട്ട് കൂടുതൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ പൊട്ടി പൊട്ടി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊന്നും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു എരിവൊന്നും അതിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിനി എക്സ്ട്രാ ഉപ്പും അതേപോലെ തന്നെ മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.